ഹായ്, മോളീസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളെല്ലാം സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനും ഒരുവിധം ഇങ്ങനെ ഒരുവിധം തട്ടിമുട്ടിയൊക്കെ പോകുന്നു. നമ്മുടെ അമ്പലത്തിൽ വിളക്ക് കിടക്കുന്നു. അപ്പോൾ എനിക്ക് സൈനസിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ട് എന്നും വൈകിട്ട് തല കുളിച്ചിട്ട് അമ്പലത്തിൽ കയറി പോകാൻ പറ്റില്ല. തണുപ്പും അതിൻ്റെ ഒരു ഇതൊക്കെ ആയതുകൊണ്ട് ക്ഷേത്രത്തിൽ പൂജ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പം എന്നും പോയി നാമം ചെല്ലണമെന്നും എല്ലാം വിചാരിക്കും. പക്ഷേ 2 ദിവസം ഒന്ന് ഇതാകുമ്പോഴത്തേക്ക് തന്നെ വീണ്ടും സൈനസിൻ്റെ പ്രശ്നങ്ങൾ തുടങ്ങി വലിയ ഇതിലേക്ക് പോകും. അല്ലെങ്കിൽ എന്നും പോയി നാമം ജപിക്കണമെന്നും എല്ലാം വിചാരിക്കും. 1-ാം തീയതി അന്ന് വൃശ്ചിക 1-ാം തീയതി അന്ന് മാത്രം പോയി ചെല്ലാൻ പറ്റി. അന്ന് നേരത്തെ കുളിച്ചിട്ടൊക്കെ പോയി അങ്ങനെ പോയി ചെല്ലി. അങ്ങനെയൊക്കെ ഉള്ള ഒരു എന്നും പോയി ചെല്ലണം മനസ്സിൽ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതുണ്ട്. പക്ഷെ പറ്റാത്തതിന് എന്ത് ചെയ്യാൻ പറ്റും? കുളിച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ എനിക്ക് ഈ തണുത്ത സമയവും നമ്മുടെ സമയവും ആ ഒരു ഇത് ചൂട് സമയം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നുള്ള ആ ഒരു കാലാവസ്ഥ എനിക്ക് സൈനസൈറ്റീസും മൈഗ്രെയിനും ഒക്കെ ഉള്ളപ്പോൾ നമ്മളത് സൂക്ഷിക്കാതിരുന്ന അതിലേറെ ഒരുപാട് ദോഷം വന്നുകൊണ്ടിരിക്കുവാനും പ്രത്യേകിച്ച് ഞാനിപ്പോൾ അതിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സൈനസിൻ്റെ ഒരുപാട് കൂടി അതിൻ്റെ താഴോട്ട് പല്ലിലേക്ക് വരെ എത്തി. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടും ഇതൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഒരുപാട് സൂക്ഷിച്ചില്ലെങ്കിൽ പിന്നെ അത് വേറെ ഇതിലേക്ക് ഒക്കെ വരും. അതുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചും കണ്ടേ പോയാലേ പറ്റുള്ളൂ. സൈനസ് പണ്ടേ ഉണ്ട്. എനിക്ക് പണ്ടേന്ന് മെഡിക്കൽ കോളേജിൽ വെച്ച് എനിക്ക് മൂക്കുണ്ട് ഇപ്പോഴും കണ്ടോ, മൂക്കിൻ്റെ വളവ് കിടക്കുന്നുണ്ടോ. ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതാണ്, എന്നിട്ടും അതൊന്നും റെഡി ആയിട്ടില്ല. മൂക്ക് ധരിക്കുക കഫം എടുത്തതാണ്. എപ്പോഴും തലവേദനയാണ്, ഏത് സമയവും തലവേദനയാണ്. മൂക്കിൻ്റെ പ്രശ്നം അങ്ങനെ ഉള്ളതുകൊണ്ട് ആ ഒരു ഇത്. അപ്പോൾ നമ്മൾ വെയിലോടുകൂടി ഉച്ചയ്ക്കൊക്കെ കുളിച്ച് കഴിഞ്ഞാൽ അത് കുറച്ചൊക്കെ പിടിച്ച് നിൽക്കാൻ. ഞാൻ വൈകിട്ടൊക്കെ ആയിരുന്നു, രാത്രിയൊക്കെ ആയിരുന്നു കുളിക്കുന്നത്. അതിലാണ് അത്രയും കൂടെയൊക്കെ ചെയ്തത്. അപ്പോൾ നമ്മളതെല്ലാം നോക്കുകയും കണ്ടും സൂക്ഷിച്ചൊക്കെ നിൽക്കണം. അപ്പം എൻ്റെ വിശേഷം പറഞ്ഞതാണ്. അപ്പം ഞാൻ ഇന്ന് പറയാൻ വന്നത്, ഇന്നിപ്പോൾ ഞാൻ ഒരു ഇവിടെ കുക്കറി വീട്ടിലെ ഒരു കുക്കിംഗ് വീഡിയോ ഇട്ടു. അതിന് മുമ്പായിട്ട് കുറച്ച് ഇന്നലെ ഇട്ട വീഡിയോയുടെ ബാക്കി പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ VRL ലവ് ചാനലിൻ്റെ അപ്പുവിൻ്റെ വീഡിയോ ഞാൻ ആ വീഡിയോ കണ്ടതിന് മുമ്പേ എടുത്തു വച്ചിരുന്ന വീഡിയോയാണ് ഞാൻ ഇന്ന് ഇട്ടത്. അപ്പോഴെനിക്ക് ഒത്തിരി 2-3 പേര് എനിക്ക് കമൻറ്റ് ഇട്ടിരുന്നു, ചേച്ചി നമ്മളെ ചാനലിൽ അപ്പു പറഞ്ഞ വിഷമങ്ങൾ കേട്ടില്ലേ ചേച്ചി, ഇനി ആ കുടുംബത്തിലോട്ട് അവർ താമസിക്കാൻ പോകണോ, ആ കുടുംബമായിട്ട് ഇനിയും ചേർന്ന് നിർമ്മിക്കാൻ പോകണോ ചേച്ചി എന്ന് എന്നോട് അറിയുന്നവരെനിക്ക് 1-2 പേരൊക്കെ. അപ്പം ഞാൻ പിന്നെയാണ് ചാനൽ കൃത്യമായിട്ടും എല്ലാം കേട്ട് ഇതാക്കിയത്. ഒരു അതും ഇതിലെ പകുതി കാര്യങ്ങളും എനിക്കറിയില്ലായിരുന്നു കേട്ടോ, ഉള്ള സത്യം പറയാനല്ല. ഇപ്പോൾ നമ്മുടെ ഫാമിലിയിൽ ഈ വീഡിയോയിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ കാണുന്നു എന്നല്ലാതെ നമുക്ക് അവരുടെ കുടുംബവിശേഷങ്ങളോ അങ്ങനെ ഒന്നും അറിയത്തില്ലല്ലോ. ഈ ഫാമിലിയിൽ നടക്കുന്ന മേറ്റർ അവരെന്താണോ നമ്മൾ നോക്കുമ്പോൾ അവർ ചിരിച്ച് കളിച്ച് നടക്കിയിരിക്കുന്നു. അങ്ങനെയുള്ള ആ ഒരു ഇത് മാത്രമല്ലേ നമുക്കറിയാവൂ. ഞാൻ അന്നേ പറയുന്നു, ഞാൻ മാത്രമല്ല 1-2 പേര് അതിനുള്ള വീഡിയോ ചെയ്യുന്നവരൊക്കെ പറയുന്നത് അത് തന്നെ. അവരെ ഫാമിലിയിൽ നടക്കുന്ന നമ്മൾ നോക്കുമ്പോൾ നല്ല ഒരു ഇതായിട്ടുള്ള പക്ഷേ അപ്പോൾ പറയുന്നുണ്ട് ആ വീഡിയോയിൽ എന്താണ് കാണുന്നത് അത് തന്നെയാണ് ആ വീട്ടിൽ നടന്നത്. അന്നെല്ലാം നമ്മൾ സന്തോഷമായിട്ട് അങ്ങനെ തന്നെയാണ് പൊയ്ക്കൊണ്ടിരുന്നത് എന്ന് തന്നെ അപ്പോൾ പറയുന്നത്. അത് നടന്ന കാര്യങ്ങൾ തന്നെ. പക്ഷേ അതിന് മുന്നേ നടന്ന കാര്യങ്ങളാണ് അപ്പോൾ ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊന്നും നമ്മൾ അറിയുന്നില്ലല്ലോ. അപ്പോൾ കല്യാണം കഴിച്ചത് തൊട്ട് ഉള്ള കാര്യങ്ങൾ കുറച്ചൊക്കെ എനിക്കറിയാം. അപ്പോൾ കല്യാണം കഴിച്ചത് പിന്നെ മതം മാറി ഒരു ജാതി മാറ്റമായ എന്ന് പറഞ്ഞാൽ അവർക്ക് അംഗീകരിക്കാൻ പറ്റിയില്ല. കൊച്ചൂസിന് ആ ജാതിയിലുള്ളൊരു പെൺകുട്ടിയെ കൊണ്ടുവന്നു. അവിടെ നിന്ന് ഇറക്കി വിടുന്നതും പിന്നെ അവർ വാടക വീട്ടിൽ പോയി താമസിക്കുന്നതും അപ്പോൾ ബാറിൽ ജോലിക്ക് പോകുന്നതും ഷാപ്പിൽ ജോലിക്ക് പോകുന്നതും പിന്നെ അവർ
അവിടെ നിന്നൊക്കെ മാറി എപ്പോഴത്തേക്ക് അവിടെ നിന്നുകൊണ്ട് തന്നെ അപ്പു ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു. അന്ന് അങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങി. ആ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ തൊട്ടുള്ള കാര്യങ്ങളാണ് എനിക്കറിയാവുന്നത്. പിന്നെ ഈ യൂട്യൂബ് ചാനൽ പറഞ്ഞപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിയുന്നത്. അങ്ങനെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി, വരുമാനങ്ങളൊക്കെ വന്നു തുടങ്ങിയപ്പോഴത്തേക്കാണ് പിന്നെ പപ്പയെന്ന് പറയുന്ന സുനിൽ പപ്പയെന്ന് പറഞ്ഞത് ഇവർക്കുള്ള രണ്ടാനച്ഛനാണ്. പക്ഷേ രണ്ടാനച്ഛനാണെങ്കിലും ഈ കുഞ്ഞുങ്ങളുടെ അടുത്ത് അപ്പൂൻ്റെ അടുത്തായാലും ഭയങ്കര സ്നേഹമാണ്. നല്ല ഒരിതായിട്ട് തന്നെയാണ് അപ്പൂനെയും അമ്മൂനെയും നല്ല രീതിക്ക് തന്നെയാണ് സ്നേഹിച്ച് വളർത്തിയത്. അത് നമ്മൾ കാണുമ്പോഴും എല്ലാം അപ്പൂനോട് നല്ല സ്നേഹമാണ്. അതുപോലെ തന്നെ കുഞ്ചൂസ് പ്രസവിച്ച കുഞ്ഞിനെയൊക്കെ തന്നെ നല്ല ഒരു സ്നേഹത്തിലാണ് എല്ലാം ചെയ്തത്. പക്ഷേ ഇതിനെല്ലാത്തിനും താളം തെറ്റിക്കുന്നത് ഒരൊറ്റ വ്യക്തി ആണ്. അത് നമുക്ക് അന്ന് തന്നെ കുറേ ഇതിലൊക്കെ തന്നെ കാണാം. അത് ചിലർക്ക് അഭിനയം പഠിച്ചവർക്ക് അവരൊക്കെ അഭിനയിച്ച് നിൽക്കാനറിയാമല്ലോ. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതൊരു അഭിനേത്രി തന്നെയാണ്. അവർ അമ്മയും മോളും അഭിനേത്രി തന്നെയാണ്. മോളാണ് കൂടുതൽ അഭിനേത്രി എന്ന് എനിക്ക് തോന്നുന്നു. മോളാണ് അമ്മയെ കുറച്ച് എന്ന് പറഞ്ഞാൽ അന്നൊക്കെ അമ്മ കുറച്ചുകൂടി നല്ല ഇതായിട്ടൊക്കെ നിൽക്കുമായിരുന്നു. പക്ഷേ മോള് കൂടുതൽ അഭിനയം പഠിച്ച് അമ്മയെ തിരിച്ച് അമ്മയും കൂടെ ആ അഭിനയത്തിലേക്ക് കൂടുതൽ കൊണ്ടുവന്നു. ഇവരെയൊക്കെ സിനിമയിൽ അഭിനയിച്ചാൽ ഇവർക്കൊക്കെ എനിക്ക് തോന്നുന്നു അവാർഡ് കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഞാൻ ഇന്നലെ ഇട്ട വീഡിയോയിൽ പിന്നെയാണ് അങ്ങനെ ഞാൻ ഇതൊക്കെ കേൾക്കുകയും എല്ലാം ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് കുഞ്ചൂസ് എന്ന് പറഞ്ഞാൽ കുഞ്ചൂസിൻ്റെ പ്രസവിച്ച് ഇങ്ങനെയൊക്കെ നിന്നതിന് ശേഷം കുഞ്ചൂസിൻ്റെ വീട്ടുകാരാണെങ്കിൽ കുഞ്ചൂസിനും അപ്പൂവിനും നല്ല സപ്പോർട്ടാണ് കേട്ടോ. പിന്നെ ഇവരുമായിട്ടൊക്കെ നിരന്നതിന് ശേഷം നല്ല സപ്പോർട്ടാണ്. ഏത് കാര്യത്തിനായാലും ഒരു സപ്പോർട്ടാണ്. ഈ കുഞ്ചൂസിനെ വിളിച്ചുകൊണ്ട് വന്ന് ഒരു വാടകയ്ക്ക് താമസിക്കുന്ന സമയത്ത് പോലും ഈ കുഞ്ചൂസിൻ്റെ വീട്ടുകാരായിരുന്നു അവർക്കൊരു സഹായമായിട്ടുണ്ടായിരുന്നത്. ഇവർ ഇറക്കി വിട്ടല്ലോ. അതും അത്രയ്ക്ക് ആ കഷ്ടതയിൽ അനുഭവിക്കുന്ന ഒരിതൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ കാലങ്ങളാണ് അതൊക്കെ. അങ്ങനെ അതൊക്കെ ഇന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എല്ലാം കഴിഞ്ഞ ഓരോ കാര്യങ്ങൾ. ഇപ്പം ഇങ്ങനെ ഇന്നലെ വന്നിരുന്ന അപ്പു ആ വിഷമങ്ങളും മൊത്തവും അപ്പുവിൻ്റെ മനസ്സിലുണ്ടായിരുന്ന കാര്യം ഇത്രയും നാൾ അപ്പു മനസ്സിലടക്കി പിടിച്ചപ്പോഴത്തേക്ക് ഈ അപ്പുറത്തിരുന്നും കൊണ്ട് ഇവരമ്മയും മോളും ഓരോരുത്തരെ ചുമതലപ്പെടുത്തി ഓരോരുത്തരെ കൊണ്ടും അവർ പലരെ കൊണ്ടും കരിവാരി തേക്കുന്നത് പോലെ അവരെക്കുറിച്ചുള്ള ഓരോരോ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ഇവർ വീഡിയോയിൽ പോലും ഒരക്ഷരവും ഇവരെക്കുറിച്ച് പറയുകയോ ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ ഇവന് ഒരു സ്വസ്ഥത. ഇവനാണെങ്കിൽ ഇപ്പം ബിസിനസ്സിൻ്റെ പുറകെ അങ്ങനെയുള്ള ഒരു ഇതും അങ്ങനെ പല കാര്യങ്ങൾ, 2 പെൺകുഞ്ഞുങ്ങൾ, പിന്നെ അമ്മാവനെയും അമ്മാവിയും, അങ്ങനെ അവരെ കുടുംബമായിട്ട് പല കാര്യങ്ങളായിട്ട് അവർ സന്തോഷമായിട്ട് പോവുകയായിരുന്നു. അത് കണ്ടപ്പോഴത്തേക്ക് അവർക്ക് ഒക്കുന്നില്ല. പിന്നെ ഇതിലെല്ലാം പോട്ടെ, ഈ അപ്പു ഒരു ചാനൽ തുടങ്ങിയിട്ട് പെങ്ങക്കൂടി VRL 2.0 എന്നും പറഞ്ഞുകൊണ്ടൊരു ചാനലുണ്ടാക്കി കൊടുത്ത് അതിലാണ് ഈ പെങ്ങൾ കിടന്ന് ഈ ചാട്ടവും ബഹളവും. അവളെ ഭർത്താവ് ഒരു പാവപ്പെട്ടവനായിരുന്നു. അവനാണെങ്കിൽ ഇപ്പോൾ അവൾ പറയുന്നതിൻ്റെ അപ്പുറവും ഇല്ല. ഇപ്പോൾ ഒരു കാറെടുത്തപ്പോൾ പിന്നെ ലോകത്ത് ഇനി ആരുമില്ല എന്നുള്ള ഒരു ഇതിൽ എനിക്കൊന്നും അറിഞ്ഞുകൂടാ. ഒരു കാറിൻ്റെ 0 മാറ്റിയിട്ട് അത് അപ്പു ചെയ്തതാണെന്നും പറഞ്ഞ് അവർ മനഃപൂർവ്വം ചെയ്തിട്ട് 2.0 അത് മാറ്റിയതാണെന്നും പറഞ്ഞ് എന്തെല്ലാം മറിമായങ്ങളാണ് കാണിക്കുന്നത്. അതെല്ലാം ഇവളെ കൊണ്ടേ പറ്റൂ ഇതൊക്കെ ചെയ്യാൻ. ഇവനും കൂടെ അങ്ങനെ അങ്ങ് ആയി പോകുന്നല്ലോ എന്നാണ്. ഇപ്പം ഇടുക്കി വീടൊക്കെ പുതുക്കി പണിഞ്ഞ് പെയിൻ്റൊക്കെ അടിച്ച് മുറ്റമൊക്കെ ഇട്ട് ഇനിയിപ്പോൾ അത് മോക്ക് സ്ഥിരതാമസത്തിന് വരണ്ടേ, അതിനുള്ള പരിപാടിയിലുള്ള ഇതാണ് ഇതെല്ലാം ചെയ്യുന്നത്. അല്ലേ ചാനൽ വീഡിയോ ആയാലും നമുക്കത് പറയാനുള്ള കാര്യങ്ങൾ, നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമുക്ക് പറയണ്ടേ. നമുക്കും ഈ പറഞ്ഞ കണക്ക് നമുക്കും എല്ലാവർക്കും ഇത് കിട്ടുന്ന കണക്ക് നമുക്കും നമ്മളെ വീഡിയോയ്ക്ക് ഒരു ഇത് കിട്ടുമ്പോൾ നമുക്കും പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ എന്നും കുക്കിംഗ് വീഡിയോ ഇട്ടുകൊണ്ടിരുന്നാൽ മതിയോ? നമുക്കും ഏതെങ്കിലും ഒരു ഇത് കിട്ടിയാൽ നമുക്കും പറയണമല്ലോ. കാര്യം നമുക്ക് അറിയാവുന്ന, നമുക്ക് ഏറ്റവും അറിയപ്പെടുന്ന ഒരു ചാനലാണിത്. നമുക്ക് കുറച്ച് ചാനലുകാരുമായിട്ടാണ് നമുക്ക് ഇതുള്ളത്. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ചാനലാണ് VRL ലവ് ചാനൽ.
അതുപോലെ തന്നെ സലൂ കിച്ചൻ, അവരൊക്കെ ഏറ്റവും അവരൊക്കെ 10-15 ലക്ഷം പിന്നെ വ്യൂവേഴ്സുമായിട്ട് അവരൊക്കെ എത്രയോ ലക്ഷങ്ങളാണ് മാസ വരുമാനം അവർക്കൊക്കെ. എത്രയോ ലക്ഷമാണ് അവർക്കൊക്കെ മാസ വരുമാനം. ആ ഒരു ലെവലിൽ പോണവരാണ് അവരൊക്കെ. നമ്മൾ നല്ല കുടുംബം ഇതായിട്ട് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നമ്മൾ അയക്കും, അതിന് റിപ്ലൈ ഇടും. അത്ര നല്ല ഒരു ഫാമിലിയാണ്. സലൂന് 3 ആമക്കളാണ്. എന്തൊരു സ്നേഹമുള്ള ഒരു കുടുംബമാണെന്നറിയാമോ. സലൂ മൂത്ത മോൻ കല്യാണം കഴിച്ച് മരുമോളുണ്ട്. അങ്ങനെ നല്ല ഒരു ഫാമിലിയാണ് അവർ. അതൊക്കെ അങ്ങനെ നമ്മൾ യൂട്യൂബിൽ തന്നെ നമ്മൾ ഒത്തിരി കൂട്ടുകാർ നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതായിട്ട് ചെയ്യുന്നവരിതുണ്ട്. ഇതൊക്കെ വലിയ ഒരു സന്തോഷം. അതുകൊണ്ട് ഇതും പിന്നെ അമ്മയെന്ന് വിളിച്ചാണ് കാര്യം പറയുന്നത്. എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഞാൻ ഇതേപോലെ റിപ്ലൈ ഇട്ടാലും തിരിച്ച് അമ്മയെന്ന് പറഞ്ഞ് എന്നെ അതൊക്കെ നമുക്ക് ആ അമ്മയെന്നുള്ള വിളി കേൾക്കുമ്പോൾ തന്നെ എനിക്ക് എൻ്റെ മോൻ വിളിക്കുന്നത് പോലെ തന്നെയാണ് എനിക്കത് തോന്നുന്നത്. കാര്യം അത്രയ്ക്ക് അവളെ കുഞ്ചൂസിൻ്റെ പേര് സുകന്യ എന്നാണ്. കാര്യം അവർ രണ്ടുപേരും അനുഭവിച്ച ദുഃഖങ്ങൾ ഓർമ്മിച്ചാൽ അവൻ പെൺകുട്ടിയെ കല്യാണം കഴിച്ചു എന്നൊരു തെറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിപ്പോൾ അവന് ഇഷ്ടപ്പെട്ടു, കല്യാണം കഴിച്ചു, അവൻ അന്തസ്സായിട്ട് അന്നേ നോക്കുന്നുണ്ട്. ഇപ്പോൾ 2 പെൺകുഞ്ഞുങ്ങളായി. അവളെ വീട്ടിൽ നിന്ന് നല്ല ഇതുണ്ട്. അവരെ വീട്ടിൽ അപ്പൂൻ്റെ വീട്ടിൽ അവർ നല്ല രീതിക്ക് കഴിഞ്ഞു വന്നുകൊണ്ടിരുന്നതാണ്. കാര്യം അവന് മാസ വരുമാനം അവന് ഇഷ്ടംപോലെ അത് വരുമാനം ഉണ്ടായിരുന്നപ്പോഴത്തേക്ക് എല്ലാവർക്കും കൊള്ളാം. പെങ്ങൾക്കൊരു ചാനലുണ്ടാക്കി കൊടുത്തു. മാമൻ്റെ മോൻ വീഡിയോ പിടിക്കാനൊക്കെ കൂടെ ചെന്ന് മാമൻ്റെ മോന് ഒരു വീഡിയോ ഉണ്ടാക്കി ഒരു ചാനലുണ്ടാക്കി കൊടുത്തു. പിന്നെ മോൻ്റെ ചാനലിൻ്റെ ഇത് വെച്ച് അമ്മേനെ എല്ലാവരെയും പരിചയപ്പെടുത്തി, സിന്ധുമ്മേനെ എല്ലാവരെയും പരിചയപ്പെടുത്തി. മോൻ അടിച്ചു വരുന്ന അവിടെ നിന്ന് പോയപ്പോഴത്തേക്ക് സിന്ധുമ്മ ആ പറ്റില്ല, സിന്ധുമ്മ ഒരു ചാനലങ്ങ് തുടങ്ങി. അപ്പോൾ സിന്ധുമ്മയ്ക്കും ആ ഒരു ഇതായി. അപ്പോൾ എല്ലാവർക്കും ഒരേ ചാനൽ. അപ്പോൾ പിന്നെ എല്ലാവരെയും മുമ്പ് ആളാവാനായിട്ട് അത് പോരെ. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും എവിടെ നിന്നാണ് തുടങ്ങിയത്? ഈ അപ്പൂവിൽ നിന്നാണ് ഈ അമലിൽ നിന്നാണ് തുടങ്ങിയിരിക്കുന്നത്. അമൽ അത്രയ്ക്കൊരു ശുദ്ധനായ ഒരു മനുഷ്യനാണ്. അതാണ് എല്ലാവരെയും നല്ല വഴിക്ക് നയിക്കാനായിട്ടുള്ള ഒരു മനസ്സുള്ള ഒരിതാണ് അപ്പു. അതുകൊണ്ടാണ് ഞാൻ ഈ ചാനലിന് എന്നുള്ള ഒരു ഇതിന് വന്ന് പറയുന്നത്. കാര്യം എൻ്റെ ഒരു കാര്യം കുഞ്ചൂസും അങ്ങനെയാണ്. കുഞ്ചൂസും അതൊരു പാവപ്പെട്ട പെൺകുട്ടിയാണ്. ചങ്ങനാശ്ശേരിയിലാണ് അവളുടെ വീട്. ഇപ്പോൾ അവരവിടെയാണ് താമസിക്കുന്നത്. ഞാൻ കുഞ്ചൂസിൻ്റെ അപ്പൂവിൻ്റെ ആദ്യത്തെ ഒരു മോക്കുള്ള 1 വയസ്സിൻ്റെ ഫോട്ടോയും എല്ലാം ഞാൻ ഇട്ടിരുന്നു. അങ്ങനെ ഒരു പാവപ്പെട്ട കുടുംബമാണ് അവരിപ്പോൾ ചങ്ങനാശ്ശേരിയിലാണ് താമസിക്കുന്നത്. കഷ്ടം. വാടക ഒരു വീട്ടിൽ താമസിച്ച് കുറേ ആളാകുമ്പോൾ വീണ്ടും അത് സാധനങ്ങൾ വാരി അടുത്ത വീട്ടിലേക്ക് അവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് ആ ഇടുക്കി വീട്ടിൽ മണ്ടയിൽ ഷീറ്റൊക്കെ ഇട്ട് എത്രയോ രൂപ കഷ്ടപ്പെട്ട് എല്ലാം റെഡിയാക്കി എന്തോ ഇതൊക്കെ ചെയ്യാനായിട്ട് അവൻ പല പ്ലാനുകൾ ചെയ്തിട്ടപ്പോഴത്തേക്ക് അവിടെ പ്രശ്നം, അച്ഛനും അമ്മയും തള്ള പ്രശ്നം ഉണ്ടാക്കി, മോളും കൂടെയായി. എങ്ങനെയാക്കി അവനെല്ലാം വാരിക്കെട്ടി അവിടെ നിന്ന് വരേണ്ട ഒരവസ്ഥ വന്നു. അതൊക്കെ ഒരേ മക്കളെ ഒരിതാണ്. ഒരിക്കലും ഈ പറഞ്ഞ കണക്ക് നമ്മൾ അങ്ങനെ ചെയ്തുകൂടാ. ഒരിക്കലും ചെയ്തുകൂടാന്ന് പറഞ്ഞാൽ ചെയ്തുകൂടാ തന്നെ. നമ്മൾ പ്രസവിച്ച് വളർത്തിയ മക്കൾക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യാതെ ഒരിക്കലും അത് ഇനിയിപ്പം കുറച്ചാൾ കഴിയുമ്പോഴത്തേക്ക് നോക്കിക്കോളണേ ഈ വീട്ടിൽ. ഇനിയിപ്പം അമ്മൂന് കാറൊക്കെ എടുത്തപ്പോഴത്തേക്ക് പിന്നെ അമ്മ തറയിലും അല്ല മനത്തും അല്ല. അമ്മൂന് ആഴ്ചയിൽ 3 ദിവസം ഇനി വന്ന് നിൽക്കണം എന്നുള്ളൊരിതായി. വിച്ചു അതിനേക്കാളും മുന്നിൽ നിൽക്കുകയാണ്. പിന്നെ ഇനിയിപ്പം കൊച്ചിൻ്റെ ബർത്ത്ഡേ വരെ അമ്മൂൻ്റെ ഇടുക്കിയിൽ വെച്ച് ആഘോഷിക്കുന്നതിൻ്റെ ഒരു ഇത് അതിനായിരിക്കും പെയിൻ്റൊക്കെ അടിച്ചിട്ടത്. ഇനിയിപ്പം ബർത്ത്ഡേ ആഘോഷം കഴിഞ്ഞ് കുറച്ചാളൂടെ കഴിയുമ്പോഴത്തേക്കും ഒരു സ്ഥിരതാമസം ഇടുക്കിയിലോട്ടായിരിക്കും. ഞാൻ പറയുന്നത് അപ്പൂന് അവകാശപ്പെട്ട ഒന്നും വേണ്ട എന്നാണ്. അപ്പു കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. അവിടുത്തെ ഒരുപാട് പൈസ അപ്പു ചിലവാക്കിയതാണ്. ഇതങ്ങനെ വിട്ടുകൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൂവിന് 2 പെൺമക്കളുള്ളതല്ലേ. 1 രൂപയായാലും കിട്ടേണ്ടത് അവകാശമുള്ളത് വാങ്ങുക തന്നെ ചെയ്യണം അല്ലേ. അങ്ങനെ അതാണ് അതിൻ്റെ ശരി. അപ്പൂ എന്ന് പറയണത് സിന്ധുവിൻ്റെ മോനല്ലേ. എപ്പോഴായാലും ഇവൾ വീണ് കിടക്കുമ്പോൾ മിക്കവാറും ഈ മോനെ കാണും. അതാണ് അതിൻ്റെ സത്യമായ കാര്യം. നമ്മൾ പറയേണ്ട കാര്യങ്ങൾ പറയുക തന്നെ വേണം. ചെറിയ തള്ളമാർക്കെല്ലാം അങ്ങനെയാണ്. എന്താ കാര്യം. ഇന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കാണ് ഞാൻ ഇന്ന് വീഡിയോ ഇട്ടപ്പോഴത്തേക്കാണ് അപ്പു വന്നിരുന്ന എല്ലാ കാര്യങ്ങളും, അപ്പുവിൻ്റെ ഉള്ളിലുള്ള എല്ലാ വിഷമങ്ങളും തുറന്നു പറഞ്ഞ് പണ്ട് അനുഭവിച്ചതും ഈ അമ്മൂനെയും കൊണ്ട് നടന്ന അമ്മൂൻ്റെ ഒരേ ദുഃഖങ്ങൾ, അപ്പു അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ എല്ലാം തുറന്നു പറഞ്ഞ്. അതൊക്കെ പഴയ കാര്യങ്ങൾ. അതൊന്നും ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല.
അങ്ങനെ എന്തുമാത്രം ദുഃഖങ്ങൾ ഈ സഹോദരൻ ആ പെങ്ങളെ കൊണ്ട് അനുഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. എന്നിട്ടും സഹോദരൻ അതെല്ലാം സഹിച്ചും വിമിച്ചും ആ പെങ്ങൾക്കൊരു നല്ല ജീവിതത്തിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അതൊന്നും നമുക്കിപ്പോൾ ഇവിടെ ഇത് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ആ ഒരു ചാനലുണ്ടാക്കി കൊടുത്തു. അവളെ കെട്ടാൻ പോണ ആ ചെറുക്കനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞിതാക്കി കൊടുത്തു. എന്നാലും അവന് പോലും അത് മനസ്സിലാവുന്നില്ലല്ലോ. പക്ഷേ അവൻ്റെ വീട്ടുകാർ നല്ല കുടുംബക്കാരാണ് കേട്ടോ. വിച്ചുവിൻ്റെ കുടുംബക്കാർ നല്ല ആൾക്കാരാണ്. ഒരിതിൽ കുഞ്ചൂസിനെ നല്ലപോലെ മനസ്സിലാക്കുന്ന ഒരു കുടുംബക്കാരാണ്. ഒരിത് പക്ഷേ ഇപ്പം ഇവക്ക് അമ്മുവിന് അവിടെ കിടന്ന് തകർക്കാൻ പറ്റത്തില്ല. അമ്മു തകർക്കുന്നത് മൊത്തം ഇടുക്കിയിൽ വന്നാണ്. ഇടുക്കിയിൽ വന്നു കഴിഞ്ഞാൽ അമ്മു വേറൊരു അമ്മുവാണ്. അമ്മുവിൻ്റെ ഇഷ്ടങ്ങളെല്ലാം നടക്കും. അമ്മുവും ഇവർ 3 പേരും കൂടി അങ്ങ് ഒരു കാറും കൂടെ ഉള്ളത് കൊണ്ട് പിന്നെ അവരുടെ ഒരു ലോകമാണ്. പിന്നെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അല്ലാതെ വേറൊന്നും പറഞ്ഞിട്ടൊന്നൊരു കാര്യവുമില്ല. അതുപോലെ തന്നെ ഇത്രയും ഈ അമ്മുവും കുഞ്ചൂസുമായിട്ട് കുഞ്ചൂസുവിൻ്റെ ഒറിജിനൽ പേര് സുകന്യ എന്നാണ്. അവരെന്തോ ഒരു സ്നേഹമായിരുന്നെന്നറിയോ. പൊങ്കാലയിട്ട് വിളിച്ചുകൊണ്ട് പോണ സമയത്തൊക്കെ ഇവർ നാത്തൂനും കൂടെ കെട്ടിപ്പിടിച്ച കരച്ചിലും പിന്നെ എന്ത് ഇതായിട്ടിരുന്നതാണെന്നറിയാമോ. അതൊക്കെ എനിക്ക് തോന്നുന്നു ഈ അമ്മ അങ്ങനെ കാണിച്ചതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. പിന്നെ എന്തൊക്കെ പറയണമെന്ന് വെച്ചാൽ എനിക്ക് തന്നെ അറിയത്തില്ല. ഇതെല്ലാം അറിയാവുന്ന ഒരു വ്യക്തിയായതുകൊണ്ട്. പിന്നെ ഇനി ആ പഴയ കാര്യങ്ങൾ ഇനിയും കുത്തിപ്പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കുക. അത് അപ്പുവിനോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. അപ്പുവിന് എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോൾ സപ്പോർട്ടായിട്ട് ചങ്ങനാശ്ശേരിയിൽ അവരുടെ കുടുംബക്കാർ തന്നെയാണ്. കാര്യം കുഞ്ഞുങ്ങൾക്ക് എന്നും വയ്യാതെ ആയാലും എല്ലാം. പിന്നെ എനിക്ക് ഒന്നാമതായിട്ട് ഏറ്റവും എടുത്ത് പറയാനുള്ളത് കുഞ്ചൂസിൻ്റെ ചിറ്റാമ്മ എന്ന് പറഞ്ഞാൽ അത്രയും പ്രായമുള്ള അത്രയും വയസ്സായ കുഞ്ചൂസിൻ്റെ അമ്മയുടെ അമ്മയാണ്. ആ ചിറ്റാമ്മ ആ വീട്ടിൽ ചെയ്യുന്ന ഒരു കാര്യങ്ങൾ, ആ കൊച്ചുങ്ങളെ നോക്കുന്നതും അതൊരിക്കലും പറയാതിരിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് സപ്പോർട്ടാണ് ആ ചിറ്റാമ്മ. പിന്നെ കുഞ്ചൂസിൻ്റെ അമ്മ വീണ് അവർക്ക് ആക്സിഡൻ്റൊക്കെ ആയി. അവർ ആശാ വർക്കറായിരുന്നു. അവർക്ക് ഒത്തിരി പ്രശ്നങ്ങളായിട്ട് അവർക്ക് വയ്യാതെ അങ്ങനെ ഉള്ള ഒരു ഇത്. പിന്നെ കുഞ്ചൂസിൻ്റെ അച്ഛൻ, അവരെല്ലാവരും നല്ല സപ്പോർട്ടാണ് അപ്പുവിന്. ഇവരെല്ലാവരും നല്ല ഒരു ഇതായിട്ട് നിന്നാണ് നിൽക്കുന്നത്. അതുപോലെ കുഞ്ചൂസ് നല്ലൊരു കഴിവുള്ളൊരു പെൺകുട്ടിയാണ്. കാര്യം അവളെ ഒരു സപ്പോർട്ടും കൂടെ നല്ല രീതിക്കുള്ളത് കൊണ്ടാണ് ഈ ഓരോ സ്ഥാപനങ്ങൾ തുടങ്ങാനായാലും എടുക്കാനായാലും അപ്പുവിൻ്റെ എല്ലാ കാര്യത്തിനും അപ്പുവിൻ്റെ ഒരു വലങ്കൈയാണ് കുഞ്ചൂസ്. ഏത് കാര്യത്തിനായാലും എല്ലാ കാര്യത്തിനും എല്ലാ കാര്യങ്ങൾക്കും ഒന്നാമനായിട്ട് അവൾ നിന്ന് സപ്പോർട്ടാണ്. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയൊരു വിജയമെന്ന് പറയുന്നത്. അതുകൊണ്ട് അപ്പുവിനോടും കുഞ്ചൂസിനോടും എനിക്കിനി പറയാനുള്ളത്, ഇനി നിങ്ങൾ ആര് വന്ന് എവിടെ വന്നിരുന്ന് പഴയ കാര്യങ്ങൾ പറഞ്ഞ് അവർ കുറച്ച് പേരെ നിയമിച്ചിട്ടുണ്ട്. അവരെ ചാനലിൽ പറയാതെ വേറെ ചാനലിൽ വന്നിരുന്ന് ഇവരുടെ കുറ്റവും കുറവുകളും പറഞ്ഞ് ഇവരെ കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കാൻ വേണ്ടി അതൊന്നും നിങ്ങൾ കേൾക്കുകയോ ശ്രദ്ധിക്കുകയോ ഒന്നും ചെയ്യാതെ അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളും നിങ്ങളുടെ ഷോപ്പിലെ കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങളെ മക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങൾ സന്തോഷത്തോടു കൂടി ഇനി നല്ല രീതിക്ക് മുന്നോട്ട് പോവുക. ഇത്രയുമാണ് അമ്മയ്ക്ക് പറയാനുള്ളത്. അതുകൊണ്ട് നല്ല ഒരു ഇപ്പോൾ തുടങ്ങാൻ പോകുന്ന ആ ഷോപ്പിൻ്റെ ഇതിലായാലും നല്ലൊരു വിജയം നിങ്ങൾക്കുണ്ട്. ഇനി വരാനിരിക്കുന്ന എല്ലാ നല്ല ഒരു ഇതിലേക്ക് നല്ല ഒരു ഇനിയിപ്പോൾ ഡിസംബർ മാസം കഴിഞ്ഞ് പുതിയ വർഷത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. വരും വർഷങ്ങളിലെല്ലാം അപ്പൂനും കുഞ്ചൂനും ഫാമിലിക്കും നല്ല ഒരു നല്ലൊരു പുതിയ വർഷങ്ങളായിക്കൊള്ളട്ടെ. എല്ലാ നന്മകളും നേരുന്നു. ഇനി ഇതിൻ്റെ ഒന്നും ഒരു സംസാരമൊന്നും കുഞ്ചൂസോ അപ്പോ ഇനിയിപ്പോൾ വന്നിരുന്ന് സംസാരിക്കേണ്ട ഒരാവശ്യമില്ല. എല്ലാം പറഞ്ഞു തീർത്തല്ലോ. ഇനി ആരെന്ത് പറഞ്ഞാലും അപ്പോൾ അതിലോട്ട് തലയിടാൻ പോകേണ്ട ആവശ്യമില്ല. എല്ലാ കാര്യങ്ങളും മനസ്സിൽ നിന്ന് ആ കറകളെല്ലാം കളഞ്ഞ് എന്തായാലും ഇത്രയും ആക്കിയ ഒരു ഇത് ഞാനും മനസ്സിൽ വിചാരിച്ചു ഇതൊക്കെ പോയി നിങ്ങളെല്ലാം ഒന്നാവുമെന്ന് അന്ന്. അതുകൊണ്ടാണ് ഞാൻ അന്നങ്ങനെ പറഞ്ഞത്. കാര്യം നമുക്ക് കൂട്ടിക്കെട്ടണമെന്നാണ് എപ്പോഴും ഞാനും ഒരു അമ്മയാണല്ലോ. പക്ഷേ ഇത് കേട്ടപ്പോഴത്തേക്ക് പിന്നെ എനിക്കൊന്നും അപ്പൂരിനോട് പറയാനില്ല.
അതുകൊണ്ട് നിങ്ങളുടെ കാര്യം, കുഞ്ഞുങ്ങളുടെയും നിങ്ങളുടെ ഫാമിലി കാര്യം നോക്കി നല്ലതുപോലെ നിങ്ങളുടെ ഇത് മുന്നോട്ട് പോട്ടെ. ഓൾ ദി ബെസ്റ്റ് പുതിയ കടയ്ക്ക്. അപ്പം ഇത് എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാനിത് കണ്ടുകൊണ്ട് തന്നെയാണ് ഇന്ന് രാത്രി തന്നെ ഇത് എടുക്കാമെന്ന് വിചാരിച്ചത്. എനിക്ക് ഒത്തിരി വിഷമമായിപ്പോയി. ഞാൻ ഇട്ടിരിക്കുന്ന വീഡിയോ നിങ്ങൾ രണ്ട് കുടുംബവും കൂടെ ഒന്നാവണമെന്നാണ് ഞാൻ അതിലും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇട്ട വീഡിയോ ഞാനിവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാനൊരു ഹോസ്പിറ്റലിലൊക്കെ പോയിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് അതിന് അത്രയും ഞാൻ വന്ന് ഈ വീഡിയോ എടുത്തങ്ങ് ഇടുകയും ചെയ്തു. പിന്നെയാണ് ഞാൻ അപ്പൂൻ്റെ ഫുൾ വീഡിയോ കണ്ട് ഇതിൽ ഇട്ടത്. അതുകൊണ്ട് അപ്പോൾ ഇനി ഇതിനെക്കുറിച്ചൊരു സംസാരമോ ഒന്നും വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ആശംസകളും. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൻ എന്ന് അമർത്തി വെച്ചാൽ ഞാനിടുന്ന ഇതുപോലുള്ള കുഞ്ഞു വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ, ബൈ.